ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പുറാൻ പോളിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കുതിർത്ത് വെച്ചത്. 5 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ല ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ടൈം വെക്കണ്ട, കാരണം നമ്മൾ 5 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് അടുപ്പിലോട്ട് വെച്ചു. ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ 1 ടീസ്പൂൺ ഓയിലും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഒരു 5 മിനിറ്റോളം മതിയാവും. 5-6 മിനിറ്റോളം എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ അത് വേവിച്ച് എടുക്കുന്ന ടൈമിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോ റെഡിയാക്കണം. ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു നല്ലൊരു സോഫ്റ്റ് ഡോ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് കുഴച്ചൊരു ഡോ റെഡിയാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നോക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കടിച്ച് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന സമയത്ത് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ മിക്സിയുടെ ജാറിലോട്ട് ഇടും. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ സ്മൂത്തായിട്ട് അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എല്ലാം തട്ടി കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാടില്ല. ഒരല്പം മാത്രം, അതായത് ഈ ഒരു പരിപ്പ് നന്നായിട്ട് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ്. 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. ശർക്കര നല്ലപോലെ കംപ്ലീറ്റ് മെൽറ്റ് ആയതിന് ശേഷം ഇത് നല്ല എന്താ പറയുക, നല്ലൊരു ഡോ പോലെ കിട്ടണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോവും. അപ്പോൾ വേണമെങ്കിൽ ശർക്കര മെൽറ്റ് ആവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. ശർക്കര കംപ്ലീറ്റ് ഫുള്ള് മെൽറ്റ് ആയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. വെള്ളം വറ്റി നമുക്ക് ഈ ഒരു പാനിൽ നിന്നും ഇതൊന്ന് വിട്ട് കിട്ടും. അതുവരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി ഒരു ഡോ റെഡിയാവുന്ന ആ ഒരു രീതി ആവണം. അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ചേർക്കണം കേട്ടോ. ഇത് തുടക്കം തന്നെ ചേർത്തോളൂ, ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ തുടക്കം തന്നെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരുന്നുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. കണ്ടോ, ഇതുപോലെ കണ്ടു ഉരുട്ടിയെടുക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു സൈഡിലോട്ട് വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, കുറച്ച് ചൂടാറട്ടെ. ഇതിപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഡോ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഡോ എടുക്കാം. ഡോ എടുത്തിട്ട് കുറച്ച് ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മാവ് ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് പരത്താം. ഒരുപാട് പരത്തരുത് കേട്ടോ, കുറച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഒരു കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് പരത്തരുത്. അപ്പം ഞാൻ അത് പരത്തി വെച്ചു. ഇനി ഇതിൽ നിന്നും കുറച്ച് ഡോ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ റോളാക്കി എടുക്കണം. ബോൾസ് പോലെ ആക്കിയെടുക്കണം. ഈ ബോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ ബോൾ ഈ ഒരു മൈദയുടെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കണം. കണ്ടോ, ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി അങ്ങ് എടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് കിട്ടും.
ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഈ ഒരു പോർഷൻ അങ്ങ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. പെട്ടെന്ന് പരത്തരുത്, പയ്യെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാതെ നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് 2 ലെയറായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് തുടക്കം തന്നെ അത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. 2 ലെയറായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതേ മെല്ലെ ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. ഓവറായിട്ട് പരത്തിയെടുക്കരുത്. അതുപോലെ ഒരുപാട് അങ്ങ് നൈസും ആക്കേണ്ട, ഒരുപാട് കട്ടിക്കും വേണ്ട. കുറച്ച് ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കഴിയുന്ന അത്ര നന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം റെഡിയാക്കി വെച്ചു. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഞാൻ ഒന്ന് റെഡിയാക്കട്ടെ. ഏകദേശം 3 എണ്ണത്തിനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ 3 എണ്ണമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി അടുപ്പിലോട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പുറാൻ പോളി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ 3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ലെയറായിട്ടാണ് ഇത് വെന്ത് കിട്ടുക. കണ്ടോ, ഇതിനുള്ളിൽ കണ്ടോ, നമുക്കിത് ഇതുപോലെ ലെയറായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക.